അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നോമ്പാണ്. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാതെയാണ് നാം ജീവിക്കുന്നത്. അതുപോലെ നോമ്പ് മുറിയാതിരിക്കാൻ സൂക്ഷിക്കേണ്ടുന്ന, വിട്ടുനിൽക്കേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സൂക്ഷ്മതയോടെ നാം മുന്നോട്ട് പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ ഏറെ സാധ്യതകളുള്ള നമ്മുടെ അവയവമാണല്ലോ കണ്ണ്. ആ കണ്ണിനെ നമ്മുടെ പരിധിയിലാക്കാൻ, നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണിന് നോമ്പുണ്ടോ? കാണാൻ കാഴ്ച ശക്തി നൽകിയ പടച്ച തമ്പുരാൻ എന്തൊക്കെ കാണണമെന്നും കാണരുതെന്നും നമ്മോട് പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ ഇഷ്ടവും പരിഗണിച്ച് കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കാതുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? പ്രപഞ്ചനാഥന് തൃപ്തികരമായത് മാത്രമേ ഞാൻ കേൾക്കുകയുള്ളൂ എന്ന് നമുക്ക് നിർബന്ധ ബുദ്ധി കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ നാവിന് നോമ്പുണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് ആരെയും ആക്രമിക്കാതെ, പരദൂഷണം പറയാതെ, പരിഹസിക്കാതെ, മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്യാതെ നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? അഥവാ നമുക്ക് വെള്ളം കുടിക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തും മാത്രമാണോ നോമ്പുള്ളത്? അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ കരുത്തുള്ള, നല്ല ശക്തിയുള്ള ഒരു നോമ്പാണോ നമുക്കുള്ളത് എന്ന് നാം പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ റമദാനിൻ്റെ ഫലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധ റമദാനാകുന്ന പാഠശാലയിലെ നോമ്പ് എന്നുള്ള പാഠം പഠിച്ചു തീർക്കാൻ നമുക്ക് കഴിയുക. വരാനിരിക്കുന്ന 11 മാസങ്ങളിലേക്ക് അല്ലെങ്കിൽ വരും കാലങ്ങളിലേക്ക് കൂടിയുള്ള കരുതിവെപ്പാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തെ വിജയകരമാക്കി തീർക്കാൻ ഈ ഒരു പരിശീലനം അനിവാര്യമാണ്. നോമ്പുള്ള കണ്ണുകൾ, നോമ്പുള്ള കാതുകൾ, നോമ്പുള്ള നാവുകൾ, അങ്ങനെ പ്രപഞ്ചനാഥന് ഇഷ്ടവും പൊരുത്തവുമുള്ള അവയവങ്ങളാക്കി നമ്മുടെ അവയവങ്ങളെ നമ്മൾ മാറ്റി തീർക്കണം. അങ്ങനെ അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമായ, അവൻ്റെ അടിമകൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.